കൊന്നിച്ചോ മിനസ നാനോ മെഷീൻ്റെ സീസൺ 2 എപ്പിസോഡ് 23 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ 2 ഷൗട്ടൗട്ട് കൊടുക്കാറുണ്ട്. ഒന്നത് CG ഗെയിമറിനാണ്. പുള്ളിക്കാരൻ ഇന്നലെ 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ താങ്ക് യു ബ്രോ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു തരേണ്ട നമ്മുടെ സ്ഥിരം സപ്പോർട്ടറായുള്ള ദ കിങ് ഓഫ് ഹെല്ലാണ്. വീണ്ടും നമുക്ക് 200 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറയുവാണ്. അത് മാത്രമല്ല, ഇന്നലെ എനിക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും തന്നെ എൻ്റെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തിയേക്കണം. പിന്നെ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാര്യം നിങ്ങളുടെ ലൈക്കും ഷെയറും പിന്നെ ഹൈപ്പൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് 2 ദിവസം കഴിഞ്ഞ് അൺഓർത്തഡോക്സ് അലയൻസിന്റെ ബേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടി അവരുടെ അലയൻസ് ബ്രോക്ക് ചെയ്യപ്പെട്ടു. അത് ആപ്പാട് വന്നിട്ട് 1 വർഷം മാത്രമേ ആയുള്ളൂ. പിന്നെ കാണിക്കുന്നത് അലയൻസ് ലീഡറിന്റെ ബെഡ്റൂമാണ്. ജിങ്ഹുൽ എന്തായാലും ഇവ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത് കൊള്ളാം, അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. ഡാനോ ഫെസ്റ്റിവലിൽ നമുക്ക് ശരിക്കും ഒന്ന് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന. പക്ഷേ ആ നായ കാരണം എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. ആ പറഞ്ഞതായിരുന്നു ഹാങ് ഇയോൺ, അൺഓർത്തഡോക്സ് അലയൻസ് ലീഡർ. ചുരുക്കം പറഞ്ഞ ദി പ്രൗഡ് വെസ്റ്റ് കിങ്. മൈലോഡ്, താങ്കളുടെ ഇഞ്ചുറീസ് മാറിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ആരെ വേണമെങ്കിലും എലിമിനേറ്റ് ചെയ്യാമല്ലോ. താങ്കളുടെ ഇഞ്ചുറീസ് മാറാൻ വേണ്ടി താങ്കൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യും. അത് പോസിബിൾ ആണോ? അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അത് മൈലോഡ്, അത് വലിയ കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഓൾഡർ ജനറേഷൻ നമ്മളെയൊക്കെ സർപ്പാസ് ചെയ്യുന്നത് അത് നാച്ചുറൽ ആയുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടും കുറച്ച് കാര്യമായില്ലേ. മൈലോഡ്, അങ്ങനെയൊന്നും പറയില്ലേ. താങ്കൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? താങ്കൾ ദി ഗ്രേറ്റ് അൺഓർത്തഡോക്സ് ലീഡറാണ്, ദി പ്രൗഡ് വെസ്റ്റ് കിങ് ആണ്. ആയിരക്കണക്കിന് മാർഷൽ ആർട്ടിസ്റ്റ് താങ്കളെ ഇപ്പോഴും അവരുടെ റോൾ മോഡലായിട്ടാണ് കാണുന്നത്. ഈ ഇഞ്ചുറീസ് ഒക്കെ അത് വെറും നിസ്സാരമാണ്. ഇതൊക്കെ മാറും, എനിക്ക് ഉറപ്പാണ്. നീ എന്നെ ലെക്ചർ ചെയ്യാനായിട്ട് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? മൈലോഡ്, താങ്കൾ കുറച്ച് ഹാർഷ് ആകുവാണ്. ഒന്നുമില്ലെങ്കിലും ഈ അലയൻസിന്റെ 3/1 ഫണ്ടൊക്കെ ഞാനല്ലേ അറേഞ്ച് ചെയ്തായിരുന്നത്. ആ പറഞ്ഞതായിരുന്നു ഗാൾ മുജാം, 18 വാട്ടർവേസിന്റെ യെല്ലോ റിവറിന്റെ സൂപ്പീരിയർ ലീഡർ ആയിരുന്നു. നീ പറഞ്ഞത് വെച്ച് നോക്കാൻ നേരത്ത് ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ജിങ്ഹോ ഇപ്പോഴും എനിക്ക് വേണ്ടി വിളിക്കുന്ന പോലെ ഒരു തോന്നൽ. അല്ല, താങ്കൾ? അതെ, ഞാനും ആ നോൺ ആക്ഷൻ ട്രീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോകുവാണ്. ടോങ് കൺട്രിയിൽ വെച്ചല്ലേ അത് നടക്കാൻ പോകുന്നത്. മൈലോഡ്, നമ്മൾ ഇപ്പോഴൊരു യുദ്ധത്തിലാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അവിടേക്ക് പോകുന്നത്. അത് മാത്രമല്ല, താങ്കൾ ഹീലൊക്കെ ചെയ്യണ്ടേ? എടാ, എനിക്കറിയാം. നീ ഒന്ന് ആലോചിച്ച് ഞാനിപ്പോൾ അവിടേക്ക് പോയില്ലെങ്കിൽ അവന്മാരവർക്കും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അതിന്റെ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ വരാത്തതുകൊണ്ട് ഈ നോൺ അഗ്രഷൻ തിയേറ്റർ പേരും പറഞ്ഞിട്ട് അവർ ഇവിടേക്ക് വരും. അതൊട്ടും നല്ലതല്ല. ഒരു റെബലിയൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ. അതുകൊണ്ട് ഗാൾ മുജാബ്, എനിക്ക് വരാം. നീ എവിടേക്ക് പോ? എന്ത് മൈലോഡ്? ഞാൻ എവിടേക്ക് പോയി കഴിഞ്ഞാൽ താങ്കൾ? കുഴപ്പമില്ല, ദി ഗ്രേറ്റ് ഡെൽത്തി സൈൻറ്റും അത് മാത്രമല്ല ദി ബ്രൈറ്റ് കോങ്കസ്റ്റും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് വിഷയമില്ല. അതിലുപരി നിന്നെ അവിടേക്ക് വിടാൻ എനിക്ക് മറ്റൊരു റീസൺ ഉണ്ട്. നിന്റെ നെഫ്യൂസിനെ ആ ഡിമോണിക്കളുടെ ആൾക്കാരല്ലേ കൊന്നത്? ദി യെല്ലോ റിവർ ഡീമനെ, ആ ട്രീയനെ നിനക്ക് ഓർമ്മയില്ലേ? അതെ, എനിക്കൊരു കടം വീട്ടാനുണ്ട്. അത് തന്നെ, അതിനൊരു ചാൻസ് ആണ് ഞാനിപ്പോൾ തന്നിട്ടുള്ളത്. ആ ഓർത്തഡോക്സ് സയൻസോ സേബറോ അല്ലെങ്കിൽ ഏത് ക്ലാൻ അവരെന്ത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ആ ബോസ്റ്റേഡ് ചിയോൺ യു ജോങ് ഉണ്ടല്ലോ, അവനിപ്പോൾ ആക്റ്റീവാണെന്നാണ് കേട്ടത്. ഇപ്പൊ നമ്മളൊരു കാര്യം തെളിയിച്ചോ, അവന് മനസ്സിലാവും മാർഷൽ ആർട്ട് പവർ കൊണ്ട് മാത്രം ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതിലുപരി ആ കറണ്ട് ഡിമോണിക് കൾട്ട് ലീഡർ, അവന്റെ എന്തായിരുന്നു അവനെ വിളിച്ചോണ്ടിരുന്നത്? അത് കുറച്ച് ഡ്രാമാറ്റിക് ആണ്. പക്ഷേ മുറുമലൻസിന്റെ എക്സിക്യൂട്ടീവ്സിന്റെ കയ്യൊക്കെ അറുത്തുകൊണ്ട് അവനിപ്പോ വിളിക്കുന്നത് ദി ഹെവൻ ഡിഫൈനിങ് ഡീമൻ എംബർ എന്നാണ്. ഡീമൻ എംബർ എന്നെ തന്നെ ഒരു കിങ് എന്നാണ് വിളിക്കുന്നത്. ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാൾ. എന്നിട്ട് അവനെ, അത് ശരിക്കും അരകൻ്റെയുള്ള ഒരു ടൈറ്റിലാണ്. നീ ആ ടൈറ്റിൽ എന്നേക്കിട്ട് തുടച്ചു മരണം. മൈലോഡ്, എനിക്ക് മനസ്സിലായി. ആ ഡിമോണിക്കൾട്ട് നായകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം അവൻ നേരെ അവിടുന്ന് പോയി. ആ സമയത്ത് അവനെ നെഞ്ചത്തേക്ക് കൈ പിടിച്ചു. യൂജോ നായേ, നീ എൻ്റെ ചെസ്റ്റിനേക്ക് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ചുമന്ന കണ്ണുകൾ. അവൻ റേജിലാണ് വന്നത്. അവനെ ഞാൻ കൊല്ലാൻ ഒരുങ്ങിയിട്ട് പോലും അവൻ പിന്മാറില്ല. അവനൊരു മൃഗത്തിനെ പോലെ എന്നെ. നീ കാരണം ഞാൻ അനുഭവിച്ച നാണക്കേടെല്ലാം തന്നെ നിന്റെ മകന്റെ ജീവനിലൂടെ ഞാൻ പകരം ചോദിക്കും. അങ്ങനെ പിന്നെ 4 ദിവസം കഴിഞ്ഞുപോയി. ഓർത്തഡോക്സ് മുറുമലൻസിന്റെ ബേസ് ആണ് കാണാൻ സാധിക്കുന്നത്. നോൺ അഗ്രഷൻ ട്രീറ്റ് പകരം ദി എംപയറും ജിങ്ഹയും ഡാനോ ഫെസ്റ്റിവലിൽ നിന്ന് ഈ ട്രീറ്റ് സൈൻ ചെയ്യുന്നതാണ്.
പിന്നെ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് ടോങ് കൺട്രിയിലെ ഫോർട്രസിൽ വെച്ചാണ്. ദി ഹെവൻലി ഡിമൺ ഡിവൈൻ കൾട്ട്, ദി അൺഓർത്തഡോക്സ് അലയൻസ്, ദി സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ട് ഇവരെല്ലാവരും തന്നെ ഈ ഒരു ട്രീറ്റിൽ വരുന്നുണ്ട്. അതിലുപരി ദി ഗ്രേറ്റ് മിങ് എംപയറും ആ സ്ഥലത്ത് കാണും സമാധാന ചർച്ചയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷനിൽ നിന്ന് 100-ൽ കൂടുതൽ ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവരാൻ പാടില്ല. 100-ൽ കൂടുതൽ കൊണ്ടുവരാൻ പാടില്ല. ഇതെന്തായാലും അവന്റെ ഐഡിയ തന്നെയായിരിക്കും. ആ പറഞ്ഞത് നാംഗ്വിനായിരുന്നു. പക്ഷേ ഡിമോണിക് കൾട്ട് ലീഡർ, നിന്റെ കഥ തീർന്നിരിക്കുന്നു. നീ ഇപ്പൊ കയറി വരാൻ പോകുന്നത് ഓർത്തഡോക്സ് സെക്ടിന്റെ ടെറിട്ടറിയിലേക്കാണ്. അവിടെ 5 സൈഡിലും 5 സ്കോഡ്സ് ആണുള്ളത്. നീ ഇനി അവിടെ എന്തെങ്കിലും സെൻസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കിയാലും നിനക്കൊരു ചാൻസ് പോലും കാണത്തില്ല. അത്രയും വലിയ കോയിൻസിഡൻസ് ഉണ്ട്. കാര്യം മുറിമലൻസിന്റെ മാർഷൽ ആർട്ടിസ്റ്റ് എല്ലാം തന്നെ ഇപ്പോൾ യെല്ലോ റിവറിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ അൺഓർത്തഡോക്സും സുപ്രീമും പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. ഡിമോണിക് കൾട്ട് നിങ്ങൾക്ക് നോർത്തിൽ നിന്ന് മാത്രമേ മുന്നിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ അവിടെയാട്ടെ നിങ്ങളുടെ 50 സെറ്റ് മാത്രമേ ഉള്ളൂ. നിനക്ക് ഇയോൺ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിനക്കൊരു തെറ്റുപറ്റി. നീ കയറി വരാൻ പോകുന്നത് ഞങ്ങളുടെ കെണിയിലേക്കാണ്. ഡിവൈൻ ഫിസിഷ്യന്റെ ആ സീക്രട്ടുള്ള ടെസ്റ്റിനെ പറ്റി ഞാൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. ദി ഹെവൻ ഡിഫൈനിങ് ഡീമൻ എംബറർ നിന്നെപ്പോലൊരുത്തനെ ജീവനോടെ വിട്ടിട്ടുണ്ട്. ജിങ്ഹയിലെ ടോങ് കൺട്രിയിൽ വെച്ച് നിന്റെ മരണം സംഭവിക്കും. അങ്ങനെ ഡാനോ ഫെസ്റ്റിവലിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ലൂണർ കാലണ്ടറിലെ മെയ് 5 സത്യം പറഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റിവലിന് പല പല നെയിംസ് ഉണ്ട്. ദി സെന്റർ ഓഫ് ദി ഹെവൻ ഫെസ്റ്റിവൽ, ദി ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ, ദി ഡബിൾ 5 ഫെസ്റ്റിവൽ, ഇങ്ങനെ പലതും. ഇത് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. കാര്യം യാങ് എനർജി ഏറ്റവും കൂടുതലുള്ള സമയത്ത്. ഇത് നടക്കുന്നത് ടോങ് കൺട്രിയിലെ ദി ഹെനൻ പ്രൊവിൻസിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് ദി ഫസ്റ്റ് ഗ്രേറ്റ് മിങ് എംപയർ ഉദിച്ചുയർന്നത്. അതുമാത്രമല്ല ഇവിടെ വെച്ചാണ് അവൻ ദൈവങ്ങൾക്ക് വാക്കുകൊടുത്ത് പാവപ്പെട്ടവരെ സഹായിച്ചു മാത്രമേ അവൻ മുന്നിലേക്ക് പോകത്തുള്ളെന്ന്. പിന്നെ കാണിക്കുന്നത് ആ ഒരു സ്ഥലമാണ്. അവിടെ എല്ലാവരും തന്നെ റെഡിയായിട്ട് നിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരുത്തൻ കൊട്ടിക്കൊണ്ട് പറയുകയും ചെയ്യും, ദി ഓർത്തഡോക്സ് മുറിം അലയൻസിന്റെ ഹെഡും വേരിയസ് ആയുള്ള സെക്ട് ലീഡേഴ്സും ഇതാ കടന്നു വരുന്നു. അങ്ങനെ അവർ നേരെ മുന്നിലേക്ക് കടന്നു വന്നു. അവസാനം അത് തുടങ്ങിയല്ലേ. ഇന്ന് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ പോലും പറ്റത്തില്ല. മുന്നിലേക്ക് വാ, ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവരെ ഒരു സ്ഥലത്ത് കൊണ്ടേ നിർത്തുന്നുണ്ട്. അവരെല്ലാവരും പക്ക നീറ്റായിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അവരെല്ലാവരും ഓർത്തഡോക്സ് മാർഷൽ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവർ നീറ്റ്നെസ്സും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവരെന്താണ് അവരുടെ ഓവർ ഹൈഡ് ചെയ്യാത്തത്? ജസ്റ്റിസ് സ്ക്വാഡിന് പകരം ദി വൈറ്റ് റിംഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നത് നന്നായി. കാര്യം ഇത് ഇയോൺ ബൂസോയുടെ സ്ക്വാഡാണ്. ഡിമോണിക് കൾട്ട് ലീഡറിന് എന്തായാലും ശത്രുക്കളെ ഉണ്ടാക്കാൻ വലിയ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നോളൂ. എക്സ്പെഷ്യലി ദി വൈസ് സ്ക്വാഡ് ലീഡറായുള്ള അവന് നല്ല ദേഷ്യമുണ്ട്. എംപ്രോ യൂണിഫോം 300 പേരെ അവന്റെ എനർജി കൊണ്ട് പിടിച്ചു കിട്ടിയെന്നല്ലേ പറഞ്ഞത്. എനിക്കൊന്ന് കാണണം ഇത്രയും പേരവൻ. അൺഓർത്തഡോക്സ് സെറ്റും പിന്നെ സുപ്രീം സേവറും അവരെന്തായാലും ഇവിടേക്ക് വരും അവരുടെ ബെസ്റ്റ് ആൾക്കാരുമായിട്ട്. നമുക്കൊന്ന് കാണാം ഇതെങ്ങനെയായി തീരുവന്ന്. പെട്ടെന്ന് അവൻ വീണ്ടും അടിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് പറയുകയും ചെയ്യും, ദി അൺഓർത്തഡോക്സ് സെക്ടിന്റെ അലയൻസ് എക്സിക്യൂട്ടീവും പിന്നെ സെക്ട് ലീഡേഴ്സും ഇതാ ഇവിടേക്ക് കടന്നു വരുന്നു. അല്ല, ഞാൻ കേട്ടത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടെന്നാണോ? പിന്നെ കാണിക്കുന്നത് അവൻ നേരെ നടന്ന് വരുന്നതാണ്. അല്ല, ആ കാണുന്നത് ഗാൾ മോജമല്ലേ, ദി യെല്ലോ റിവർ സുപ്രീം, അവനാണല്ലേ ഇവിടേക്ക്. അപ്പോ ഹാങ് യോൺ വന്നില്ല. അതിന് പകരം ഈ സമയത്ത് അവൻ നേരെ മുന്നിലേക്ക് നടന്നു വന്ന്. അല്ല, 18ഓളം വാട്ടർ വേസ് ഉണ്ട്, പക്ഷെ അതിൽ ഒരാൾ മിസ്സിംഗ് ആണല്ലോ. എന്നിട്ട് അവനിടെ തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. അല്ല, ഈ ഡിമോണിക് കൾട്ട് അവന്മാരെന്തേ ആ നായ്കൾ? എനിക്കറിഞ്ഞൂടാ. അതെല്ലാം കണ്ടെത്തിയത് അന്ന് യാങ് ഡാൻഹുവാൻ എന്ന് പറയുന്ന ഒരുത്തനായിരുന്നു. അവനെ ഈസ്റ്റേൺ ബ്രാഞ്ചിൽ നിന്ന് കണ്ടാണ് വന്നത്. അത് മാത്രമല്ല അവൻ വളരെ യങ്ങുമായിരുന്നു, ഒരു പേൽ ഫേസുമായിരുന്നു. ഞാൻ കേട്ടത് അവന്റെ സ്ഥലം ദി 10,000 ഗ്രേറ്റ് മൗണ്ടൻസ് എന്നാണ്. എനിക്ക് തോന്നുന്നു യങ് ഡാൻഹയുടെ ആ ഒരു പൊസിഷനൊക്കെ വെച്ചുകൊണ്ട് അവൻ കംപ്ലീറ്റ്ലി റെസ്പെക്ട്ഫുൾ ആയുള്ള ഡിമോണിക് കൾട്ടിലെ ഏതെങ്കിലും ഒരു ഹെഡ് ആയിരിക്കും എന്നാണ്. എന്ത് വിലയെടുത്തും യങ് ഡാൻഹ അവനെ ഞാൻ കണ്ടെത്തണം. എന്നിട്ട് നിന്റെ കഴുത്ത് ഞാൻ വലിച്ചു കീറുവടാ. അതിനുശേഷം ഓർത്തഡോക്സ് സെറ്റ് മുറിം സെക്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കും. ലീ മോങ്ക് ദ സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സിന്റെ ടോപ്പ് 3 ഇതാ കടന്നു വരുന്നു. പെട്ടെന്നാണ് അവർ ഞെട്ടിയത്. എന്ത് ടോപ്പ് 3യോ? ആകെപ്പാടിനകത്ത് 6 സെറ്റ്സേ ഉള്ളു, അതിൽ തന്നെ 3 പേര്. അപ്പൊ പകുതി ആൾക്കാരും ഇവിടേക്ക് വന്നിട്ടുണ്ടോ? അവർ ഈ സൊജാങ് തന്നെ ഡോമിനേറ്റ് ചെയ്യാനാണോ ഇതെല്ലാം കരുതിക്കൂട്ടി? ആ സമയത്താണ് അവർ നേരെ നടന്നു വരുന്നത്. അലയൻസ് ലീഡർ കണ്ടിട്ട് അവർ ശരിക്കും പവർഫുൾ ആയിട്ടുണ്ട്. എൽഡർ പങ്, എനിക്ക് തോന്നുന്നു നമ്മുടെ അലയൻസ് എല്ലാം കൂടെ കഷ്ടപ്പെട്ട് ഇന്നൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ്, നമ്മുടെ ജീവൻ പണയം വെച്ച്. അതേ സമയത്താണ് അവർ 3 പേര് നേരെ മുമ്പിലേക്ക് നടന്നു വന്നത്. അവർ 3 പേരും മിസ്റ്റിക് റലത്തിലാണ്. അതിലുപരി അവരുടെ ഓരോരുത്തരുടെ സ്കില്ല് എന്നെ വെച്ച് കമ്പയർ ചെയ്യാനും പറ്റും. എന്താണ് ഈ താങ്കൾ പറഞ്ഞത്? അവരുടെ ഓരോ സ്കില്ലോ? എനിക്ക് അവരുടെ മാർഷൽ ആർട്സ് ഒന്നും ചെക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എനിക്ക് ഉറപ്പായിരുന്നു അവരെന്നെക്കാട്ടും ബെറ്റർ ആയിരിക്കുമെന്ന്. പക്ഷെ അവരെല്ലാവരും തന്നെ മിസ്റ്റിക് റിലം, എക്സ്പെഷ്യലി ആ ബ്ലൈൻഡ് ഫോർഡിലുള്ളവൻ,
അവൻ ശരിക്കും പീക്കിലാണ്. അതും മിസ്റ്റിക് റിലത്തിന്റെ എന്നെപ്പോലെ തന്നെ. ചുരുക്കം പറഞ്ഞ ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാളായിട്ട് അവനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഗ്രൂപ്പിന് ഇത്രയും പവർഫുൾ ആയുള്ള പലരും ഉണ്ടോ? അവരുടെ പുറകിലുള്ള 12 പേര് ഇവല്യൂഷണലി റിലത്തിലാണ്. അതിന്റെ പിന്നിലുള്ള ആ 100 പേരിൽ എല്ലാവരും തന്നെ സുപ്രീം പീക്കിന്റെ മുകളിലാണ് ഉള്ളത്. ഇതെന്തായാലും ഒട്ടും നല്ലതല്ല. ഡിമോണിക് കൾട്ട് ലീഡർ സ്ട്രോങ് ആണ്. പക്ഷേ ഇത് വലിയൊരു ഫൈറ്റ് തന്നെ ഇവിടെ ഉണ്ടാകും. കണ്ടിട്ട് എല്ലാവരും പേടിച്ച് വിറച്ചെന്ന് തോന്നുന്നത്. ചാകാൻ പോകുന്നവരെ പറ്റി എന്തിനാടാ ചിന്തിക്കുന്നത്? നിനക്കല്ലെങ്കിൽ ഒരു ജോക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നീ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ആ പറഞ്ഞത് വൂങ് കാങ് ആയിരുന്നു. പുള്ളിക്കാരൻ ബെർസറക് ബ്ലേഡ് സെക്ട് ലീഡർ ആയിരുന്നു നമ്മുടെ സുപ്രീം സേബറിലെ. നോക്കിയിട്ടും കാര്യമില്ല. ഈ കിളവന് വല്ലതും മനസ്സിലാകുമോ? ഈ അരകുൻ്റെ ആയിട്ടുള്ള നായ. അതായിരുന്നു ഡോക്യങ്, നോവ ഡോക്യങ്. പുള്ളിക്കാരൻ ഫ്ലെയിം ബ്ലേഡ് സെക്ടിലെ ലീഡർ ആയിരുന്നു സുപ്രീം സേബറിലെ. താങ്കളൊന്ന് പറഞ്ഞാൽ മതി, ഒരാൾ പോലും ഇവിടുന്ന് ജീവനിട പോകത്തില്ല. അല്ല, അതിന്റെ കാര്യമുണ്ടോ? നമുക്ക് ഡിമോണിക്കൽ ലീഡറിന്റെ കാര്യം മാത്രം തീരുമാനമാക്കിയാൽ പോരെ? ഈ റേജ് സ്ട്രൈക്ക് തണ്ടർ ക്ലാപ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പോലെയല്ല. ദി റേജ് സ്ട്രൈക്ക് തണ്ടർ ക്ലാപ്സ് ഇതൊരു ബോംബാണ്. പക്ഷെ ഒരു നോർമൽ തണ്ടർ ക്ലാപ്പിനെ വെച്ച് നോക്കാനടുത്ത് ഇത് 10 മടങ്ങോളം സ്ട്രെങ്ത് ഉള്ളതാണ്. അത് മാത്രമല്ല, ഇത് ഒരു സ്പെഷ്യലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അതും 100 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മൾ ഏത് വേഴ്സ്റ്റ് കേസ് സിനോറിക്ക് വേണ്ടി പ്രിപ്പയർ ആയിരിക്കണം, അതിനുവേണ്ടിയാണ് അത് ചെയ്തത്. ആ പറഞ്ഞായിരുന്നു ലീ വുക്. അവനുടെ ബ്ലേഡ് സെക്ടിലായിരുന്നു. എനിക്ക് മനസ്സിലായി. അവന്റെ ബ്രദർ നഷ്ടപ്പെട്ടതിന് ശേഷം അവന് പകരം വിടണം, അത് മാത്രമേ ഉള്ളൂ. എന്നെ ഇവിടേക്ക് അയച്ചിട്ട് സപ്പോർട്ടിന് വേണ്ടിയായിരുന്നു. ഇനി ഞാനിവിടേക്ക് വന്നില്ലായിരുന്നെങ്കിലും അവൻ കൊല്ലാൻ ഉദ്ദേശിച്ച എല്ലാവരെയും കൊന്നിട്ട് ഇവിടെ പോകത്തുള്ളൂ. പെട്ടെന്ന് അടുത്ത ആളെ കൊട്ടാൻ തുടങ്ങി. ദി ഹെവലി ഡീമൺ ഡിവൈൻ കൾട്ട് ഇതാ കടന്നു വരുന്നു. അതേസമയം അവർ 3 പേരും കൂടെ നോക്കി. അപ്പോ അവൻ എത്തിയല്ലേ. ദി ഡിമോണിക് കൾട്ട് ലീഡർ നടുക്കെത്താൻ നേരത്ത് നമ്മുടെ പ്ലാൻ ചെയ്തോണം. യെസ് സാർ, ദ റിച്വൽ ട്രീറ്റ് ചെയ്യല്ലേ. എല്ലാവരെയും ഞാനിന്ന് കൊല്ലാൻ പോകുവാണ്. ഇവിടെ കുറെ അധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഫേസസ് ഉണ്ട്. പക്ഷേ ഒരാൾ പോലും ഇവിടുന്ന്. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വാങ്ചുവലാണ്. അവനായിട്ട് കുറച്ച് പെട്ടിയായിട്ടാണ് അവിടേക്ക് വന്നത്. അല്ല, ഇവരെന്താണ് ഈ കൊണ്ടുവരുന്നത്? കണ്ടിട്ട് ശവപ്പെട്ടി പോലെ ഉണ്ടല്ലോ. അത് ശരിക്കും വലുതുമാണ്. അങ്ങനെ അത് നിലത്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് വാങ്ചുലി തിരിഞ്ഞു നോക്കുകയും ചെയ്യും. നോക്കിയത് ദി സുപ്രീം സേബറിന്റെ നേരെയായിരുന്നു. അവനെന്തിനാണ് ഇവിടേക്ക് നോക്കുന്നത്? പക്ഷേ അടുത്ത നിമിഷം അവനത് തുറക്കുകയും പിന്നെ കാണുന്നത് ആ ഒരു തണ്ടർ ക്ലാപ്സ് ആയിരുന്നു. അല്ല, അതെന്താണ് അയൺ ബോൾസോ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവന്മാരെങ്ങനെയാണത്? ഈ സമയത്ത് അവൻ വീണ്ടും തിരിഞ്ഞിട്ട് പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം ഡീമൺ ലോർഡ്, കുറച്ചധികം ബോംബ്സ് അൺഡു ചെയ്യാനുണ്ടായിരുന്നു. എന്ത് ഡീമൺ ലോർഡോ? ആ സമയത്താണ് അവന്മാരെല്ലാവരും അവിടേക്ക് നോക്കിയത്. അല്ല, എന്താണ് ഈ പറയുന്നത്? ആ നോർമലുള്ള ഹ്യൂമൻ അവനാണോ ഡിമോണിക് കൾട്ട് ലീഡർ? ഇവരെന്നെ കളിയാക്കുവാണ് നമ്മളെ. അത് സത്യമായിരുന്നോ? അതെ, ആ ബോംബ് ഞങ്ങൾ വരുന്ന വഴിയാണ്. ആ പറഞ്ഞത് വെസ്റ്റേൺ ഡീപ്പോളിലെ എമിഷറി ആയിരുന്നു. പക്ഷേ അത് ഞങ്ങളുടേതല്ല. ആ തണ്ടർ ക്ലാപ്സ് എന്ന് പറയുന്നത് ശരിക്കും വലുതാണ്. അത് നമ്മുടേതല്ല. അത് മാത്രമല്ല, ഈ എക്സ്പ്ലോസീവ് അതെന്താണ് ഇവിടെ ചെയ്യുന്നത്? അവരെന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ആ ബോംബിനെ പറ്റിയാണോ? പക്ഷേ ആ ബോംബ് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് 500 എണ്ണെങ്കിലും ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചിരുന്നത് ഗവൺമെന്റ് ആണ് ഈ എക്സ്പ്ലോസീവ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഇമ്പീരിയൽ മാസ്റ്റിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അറിയിക്കണം. അടുത്ത സെക്കൻഡ് ഇവൻ തന്റെ കൈ നിവർത്തിയും അവിടുന്ന് 2 എണ്ണം തെറിച്ച് അവിടേക്ക് പോവുകയും ചെയ്യും. അത് വോയ്ഡ് ക്യാപ്ചർ അല്ലേ? അപ്പോ ആ മനുഷ്യൻ ശരിക്കും ഡിമോണിക്കലിന്റെ ലീഡർ തന്നെയാണല്ലേ? പക്ഷേ ഇത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഉച്ചയാകറെ. പക്ഷേ പ്രിൻസിനെ ബാക്കിയുള്ള ആരും തന്നെ ഇവിടേക്ക് കണ്ടിട്ടില്ല. അല്ല, ഇനി എങ്ങനെ ഇയോൺ ചിയോൺ, ഇത് നീ മനഃപൂർവ്വം നാശം. അപ്പൊ അതായിരുന്നല്ലേ ഡിമോണിക് കൾട്ട് ലീഡർ? എന്നാൽ അവനിൽ നിന്ന് ഒന്നും തന്നെ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതാരാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇമ്പീരിയൽ മാസ്റ്റീനെ ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കണം. എനിക്ക് മനസ്സിലായി. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറിയിക്കാം. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നോട് അവന്മാര് അത് വിടുന്നുണ്ട്, നേരെ ഓടുന്നുണ്ട്. ബെർസറക് ബ്ലേഡ് സെക്ട് ലീഡർ, എനിക്ക് മനസ്സിലായി. പ്ലാനൊക്കെ കുളമായിരിക്കുന്നല്ലേ. ഞാൻ ഓൾറെഡി എന്റെ ക്യൂയെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നുകൊണ്ട് അവൻ നേരെ അവിടേക്ക് ചാടുന്നുണ്ട്. എല്ലാ ഗേറ്റ്സും ഇപ്പൊ തന്നെ അടക്കൂ. അടുത്ത സെക്കൻഡ് അവനൊരു സിഗ്നൽ കൊടുക്കും. പെട്ടെന്നാണ് കുറെ പേര് വന്ന് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ ആംബുഷ് ചെയ്ത് കൊന്നു കളയുന്നത്. എന്നിട്ട് അവിടുത്തെ ഗേറ്റ് ഒക്കെ അറ്റാക്ക് ചെയ്ത് അതെല്ലാം തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അല്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ ഗേറ്റ് ഒക്കെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് അവൻ ജീവനും കൊണ്ട് ഓടിയായിരുന്നു. അവരുടെ പുറകെ അവൻ പിടിക്കാൻ വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. അവൻ പുറകെയുണ്ട്. തിരിഞ്ഞു നോക്കാതെ ഓടാൻ നോക്ക്. എങ്ങനെയെങ്കിലും നോർത്തേൺ ഗേറ്റ്സിന്റെ അടുത്തേക്ക് എത്തണം. ഈ സമയത്ത് മേലി ഗിയും ബേഗ് ചെക്ക് ചെയ്യേണ്ടായിരുന്നു. ഈ സ്ഥിതിയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും പിടിക്കുമല്ലോ. വിഡ്ഢികളെ, നീയൊക്കെ എന്താണ് വിചാരിച്ചത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവൻ ചാടി വന്ന് ഒരറ്റാക്ക് ചെയ്തിട്ട് പോയി. നാശം, നമ്മൾ പിടിക്കപ്പെട്ടു. അപ്പോഴേക്ക് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ഹ്യൂജ് ആയുള്ള ഒരു എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ പിന്നെ കണ്ടത് അവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ്. കാര്യം, ദി ഡാർക്ക് കിങ്
സർമ അവന്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതും നിസ്സാരമായി തന്നെ. ഡാർക്ക് കിങ് എന്ന് വിളിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് ഒരു ക്ലാഷ് അങ്ങോട്ട് ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ സാർമ കൗണ്ട്ലെസ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അവൻ ഡോഡ്ജ് ചെയ്ത് നേരെ മുകളിലേക്ക് ചാടി. എന്നിട്ട് വളരെയധികം അബ്നോർമലുള്ള ഒരു രീതിയിൽ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അവൻ ഈ ഒരു പൊസിഷനിലും അവന്റെ ബ്ലഡ് സിങ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് നേരെ ബാക്കിലേക്ക് ചാടി. ഡിമോണിക് കൾട്ടിന്റെ ഹെഡ് ഗാർഡിനിൽ നിന്ന് ഞാൻ വേറെ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇവന് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് അവന്മാരെ പിടിക്കാൻ വേണമല്ലോ. നോർത്തേൺ ഗേറ്റ്സ് ഓപ്പൺ ആയിരുന്നല്ലേ, അങ്ങനെയാണെങ്കിൽ അവന്മാര് നമുക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ എൻ്റെ കൈ ഉയർത്തിയും അടുത്ത സെക്കൻഡ് അവിടെ നിന്ന 3 സോഡ്സ് നേരെ മുകളിലേക്ക് വരിക. എന്നിട്ട് അത് അവന്മാരുടെ നേരെ പാഞ്ഞ് വരുന്നുണ്ട്. എടാ നോക്കിയേ, സോഡ്സ് പറക്കുന്നു. അത് QA ഷോട്ട് കൺട്രോൾ അല്ലേ? അതാട്ടെ അവന്മാരുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് പെട്ടെന്ന് സ്റ്റക്കായത്. അടുത്ത സെക്കൻഡ് അവനൊന്ന് ഞെട്ടി. എന്റെ QA ഷോട്ട് കൺട്രോൾ ആരോ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്നു. എന്ത്? അത് ഇമ്പോസിബിൾ അല്ലേ? ആർക്കാണത് ചെയ്യാൻ സാധിക്കുന്നത്? ആ സമയത്ത് ഇയോൺ ചിയോൺ അവന്റെ മുഖം മൂടി അഴിച്ചു അവന്റെ വസ്ത്രം മാറി അവന്റെ ആ ഒരു സോഡ് എടുത്ത് തോളത്തിട്ടിട്ടുണ്ട്. കാര്യം അത് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പേരായിരുന്നു ഇയോൺ ചിയോൺ. അവൻ അതിന്റെ കൺട്രോൾ അവന്റെ കൈവശം മാറ്റിയിരിക്കുന്നു. അത് പോസിബിൾ ആണോ? അതിനർത്ഥം അവൻ ദി ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിലാണെന്നല്ലേ? നീ അയച്ചതില്ലേ, തൽക്കാലം നീ തന്നെ തിരിച്ചെടുത്തോണ്ട് ഇയോൺ തിരിച്ച് ചെറുതായിട്ടൊന്ന് കൈ അനക്കത്തേള്. പെട്ടെന്ന് ആ സോഡ്സ് അവന്റെ നേരെ ചെന്നു. അടുത്ത സെക്കൻഡ് അവന്റെ സോഡ് അവനെടുത്ത് അതെല്ലാം തന്നെ അറ്റാക്ക് ചെയ്ത് പല കഷ്ണങ്ങളാക്കി അവൻ കളയും ചെയ്യും. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. മോശം. ദി ഗ്രേറ്റ് പ്ലാൻ. ഇയോൺ ചിയോൺ, ഡിമോണിക് കൾട്ടിന്റെ ഹെഡ്, നീ അത്ര പെട്ടെന്നൊന്നും പോകത്തില്ലല്ലേ? ഞാൻ അവനെ കണ്ടിട്ട് അധികം നാളൊന്നും ആയില്ല. പക്ഷെ അവന്റെ ഓറ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുന്നു. അപ്പിയറൻസ് സെയിം ആണെങ്കിൽ കൂടിയും. പക്ഷെ ഇത് പോസിബിൾ ആണോ ഇത്രയും ചെറിയ സമയം കൊണ്ട്? അത് മാത്രമല്ല അവന്റെ ചുറ്റിനുള്ള അറ്റ്മോസ്ഫിയറും ചേഞ്ച് ആയി. ഇപ്പൊ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവനൊരു ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്നതായിട്ടും തോന്നും. ആ സമയത്ത് ഗാൽ ഓർക്കുകയും ചെയ്യും. അല്ല, അത് അവൻ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് ആ ഫേസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോ അത് ഡിമോണിക് കൾട്ടിന്റെ ലീഡർ ആയിരുന്നല്ലേ? അപ്പോ നീ ആയിരുന്നതിന്റെ നെഫ്യൂസിനായില്ല. എനിക്ക് അവനെ പല കഷ്ണങ്ങളൊക്കെ മുറിച്ച് കളയണമെന്നുണ്ട്. എന്നാൽ ഒറ്റക്കല്ല, എല്ലാരും കൂടി ഉണ്ടെങ്കിലേ എനിക്കൊരു ചാൻസ് ഉള്ളൂ. പക്ഷെ കണ്ടിട്ട് ഞാൻ മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത്. ആ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതിലും 3 times ബിഗറാണ്. അവരത് പ്ലാൻ ചെയ്ത് വെക്കുകയും ചെയ്തിരുന്നു. എല്ലാരും കൊല്ലാനാണോ അവർ വിചാരിച്ചിരുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. അലയൻസ് ലീഡറിന്റെ മുഖഭാവം കണ്ടിട്ട് അവൻ എന്തായാലും ഡിമോണിക്കൽ ലീഡറിനെ ഒറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ 2 സൈഡിലും എനിമീസ് ഉണ്ട്. ആരാദ്യം അറ്റാക്ക് ചെയ്യും? നാംകുൻ പെട്രിയാച്ച് അതോ ദി ഹെവൻ മാസ്റ്റർ ഓഫ് ദി ബ്ലൂ ഹെവൻ സൊസൈറ്റി എന്ന് വിളിക്കണോ? എന്ത്? എന്റെ ഐഡന്റിറ്റിയെ പറ്റി ആർക്കും അങ്ങനെ അറിഞ്ഞൂടല്ലോ. അല്ല, ഇനി എന്റെ കൂട്ടത്തിൽ സ്പൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കി. അല്ല ഹെവൻ മാസ്റ്റർ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നം? കണ്ടിട്ട് അവനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഡിമോണിക് കൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഹ്യൂജ് ഉള്ള ത്രെറ്റ് തന്നെയാണ്. അത് ഓർത്തഡോക്സ് ആണെങ്കിലും അൺഓർത്തഡോക്സ് ആണെങ്കിലും കൊള്ളാം. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെന്ന് പറയോ? ഇല്ല, അവനിപ്പോ ഒരു മനുഷ്യനല്ല. സോ എന്തു പറയുന്നു? ഇപ്പോ ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. ദി ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിലെ ഒരു മാർഷൽ ആർട്ടിനെ കൊല്ലാൻ പറ്റുന്നത്. അവൻ പറഞ്ഞത് ശരിയാണ്. കാര്യം നമ്മുടെ കൂട്ടത്തിൽ കുറേയധികം ഇവല്യൂഷണറി റിയലും മിസ്റ്റേക്ക് റിയത്തിലെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ എങ്കിലും 80% നഷ്ടം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല, അതൊരു ഗുഡ് ട്രേഡ് തന്നെയാണ്. പക്ഷേ ഡിവൈൻ ഫിസിഷ്യന്റെ ആ ഒരു സുപ്രീം മാർഷൽ ഫിസിക്കിനെ പറ്റി ഇവർക്ക് വലിയ പിടുത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവരിന്റെ സ്പൈസ് യൂസ് ചെയ്ത് അത് കണ്ടെത്തുവോ? താങ്കൾ വിഷമിക്കണ്ട, ഞാൻ തന്നെ അറ്റാക്ക് ലീഡ് ചെയ്തോളാം. താങ്കൾ ഞങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്താൽ മാത്രം മതി. ശരിയാണ്, ഡിമോണിക് കൾട്ട് ലീഡർ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് സുപ്രീം തന്നെ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറയത്തില്ലല്ലോ. പക്ഷേ നമുക്കിവിടെ മറ്റു ചാൻസും ഇല്ല. അവനെ കൊല്ലുകയും വേണമല്ലോ. താങ്കൾ പേടിക്കണ്ട, ഞങ്ങൾ ഓൾറെഡി ഗാലിനോടും സംസാരിച്ച് കഴിഞ്ഞു. അവനെന്തായാലും സമ്മതിച്ചു. അപ്പോൾ അൺഓർത്തഡോക്സ് അലയൻസും അവൻ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ മേ ബി ഇപ്പോൾ ഡിമോണിക് കൾട്ട് ലീഡറിനെ ഇനി അധികം സമയം നമുക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മുറും അലയൻസിന്റെ ഹെഡിനെ താങ്കൾ കൺവിൻസ് ചെയ്യണം. എനിക്ക് മനസ്സിലായി. അലയൻസ് ലീഡറിന് എന്തായാലും കുറച്ച് പ്രശ്നമായിരിക്കും, പക്ഷെ കൺവിൻസ് ചെയ്യേണ്ടി പറ്റും. എല്ലാവരും കേൾക്കാനാണ് ഞാനീ പറഞ്ഞത്. അതാണ് ഡിമോണിക് കൾട്ടിന്റെ ലീഡർ ഇയോൺ ചിയോൺ. നമ്മുടെ ഡ്രാഗൺ സ്ട്രൈക്കർ ക്ലോ ഡിസ്ട്രോയ് ചെയ്തത് അവനാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരുടെ ചോര വീണത് അവൻ കാരണമാണ്. ഇന്ന് നമ്മൾ അതിന് പകരം ചോദിക്കാൻ പോകുകയാണ്. ഡിസെൻഡന്റ് ഓഫ് ദി സുപ്രീം സേബർ ഗോഡ്, അത് ഡിമോണിക് കൾട്ടിന്റെ ലീഡറാണ്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഇന്ന് നമ്മൾ അവനെ കൊല്ലാൻ പോകുകയാണ്. ആരും പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ശബ്ദം തന്നെ അവിടെ മുഴങ്ങായിട്ട് തുടങ്ങി. അലയൻസ് ലീഡർ, ഇത് നമ്മുടെ ചാൻസാണ്. നമ്മൾ അവരുടെ കൂടി കഴിഞ്ഞാൽ പെട്ടെന്നാണ് അലയൻസ് ലീഡർ അവനെ തുറച്ച് നോക്കിയത്.
അടുത്ത സെക്കൻഡ് അവൻ നേരെ അവിടുന്ന് ചാടി. എന്നിട്ട് ഇവന്റെ തൊട്ട് മുമ്പിലേക്ക് എത്തി. അദ്ദേഹം എന്താണ് കാണിക്കുന്നത്? ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോകുവാണോ? അടുത്ത സെക്കൻഡ് പിങ്ങും അവിടേക്ക് ചാടി. പിന്നെ കാണുന്നത് ബാക്കി 3 പേര്, ചുരുക്കം പറഞ്ഞ ഓർത്തഡോക്സ് സെറ്റിൽ നിന്ന് 5 പേര് ഇവന്റെ അടുത്തേക്ക് ചാടി. ഇവരെല്ലാം എന്താണ് കാണിക്കാൻ പോകുന്നത്? ആ സമയത്ത് ഓർത്തഡോക്സ് സെറ്റിലുണ്ടായിരുന്ന പലരും അവർക്കെതിരെ തന്നെ തിരിയാനും തുടങ്ങി. എന്നിട്ട് അവർ പരസ്പരം തലയൊന്ന് കുലുക്കുകയും ചെയ്യും. അല്ല, ഞാൻ എന്താണ് കണ്ടത്? അവർ പരസ്പരം അലയൻസ് ലീഡർ, താങ്കൾ എന്താണ് കാണിക്കുന്നത്? അത് ഡിമോണിക് കൾട്ടാണ്, താങ്കൾ അവരോടെയാണ് കൂടുന്നത്. നാംഗുൻ പെട്രിയാച്ച്, എനിക്ക് നിന്നോടതല്ല ചോദിക്കാനുള്ളത്. നീ എന്തിനാണ് നമ്മുടെ എനിമീസിന്റെ കൂടെ കൂടിയിരിക്കുന്നത്? താങ്കൾ താങ്കൾ എന്താണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ച് അവൻ ഞെട്ടിത്തെറിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.